ലോകഭൂപടത്തിൽ പടിഞ്ഞാറൻ ഏഷ്യയിലുള്ള ഒരു രാജ്യം 16,48,195 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മധ്യപൂർവ്വ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാഷ്ട്രം. 8.5 കോടി ജനങ്ങൾ അധിവസിക്കുന്ന വലിപ്പത്തിൽ ഏഷ്യയിൽ 6ാമത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. മിഡിൽ ഈസ്റ്റിന്റെ ജിയോ പൊളിറ്റിക്സിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ എന്ന രാജ്യം ഇന്ന് കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങൾക്കും 4000 വർഷത്തിൽ അധികം വരുന്ന ചരിത്രത്തിന്റെ പ്രാധാന്യമുണ്ട്. ആണവക്കോട്ടകൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും മറ്റു രാജ്യങ്ങളെ ചൊടിപ്പിക്കുന്ന ഞങ്ങൾ സർവ്വതിനും അധിപരെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ആയുധക്കരുത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന സ്വയം പ്രഖ്യാപിത രാഷ്ട്രമാണ് ഇറാൻ. എന്നാൽ ഇറാനിൽ ഇപ്പോൾ വലിയ ഒരു കലാപം നടക്കുകയാണ്. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. വീണ്ടും കടുത്ത സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയിൽ വലഞ്ഞിരിക്കുകയാണ് ഇറാൻ. രാജ്യത്തിന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം $ഡോളറിനെതിരെ റെക്കോർഡ് താഴ്ന്ന നിലയിലാണ്. ഇതാണ് ഇറാനിൽ വലിയ പ്രക്ഷോഭത്തിന് ഇടയാക്കിയത്. തലസ്ഥാനമായ ടെഹ്റാനിലും നിരവധി പ്രധാന നഗരങ്ങളിലും വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇറാനിലുണ്ടായ ഏറ്റവും വലിയ ജനകീയ പ്രതിഷേധമായാണ് ഇതിനെ കണക്കാക്കുന്നത്. വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ തുടർന്ന് ഇറാന്റെ സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റസ ഫാർസിൻ രാജിവെച്ചിരുന്നു. പകരം മുൻ സാമ്പത്തിക മന്ത്രി അബ്ദുൽ നാസർ ഹെമ്മാദിയെ സ്ഥാനത്തേക്ക് നിയമിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഡോളറിന് ഏകദേശം 1.42 ദശലക്ഷമായി റിയാലിന്റെ മൂല്യം ഇടിഞ്ഞത് വിപണികളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. തലസ്ഥാനത്തെ പ്രധാന വിപണികളായ സാദി സ്ട്രീറ്റിലും ഗ്രാൻഡ് ബസാറിലും വ്യാപാരികളും കടയുടമകളും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ടെഹ്റാനിലും ഇസ്ഫഹാൻ, ഷിറാസ്, മഷ്ഹാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. 2022 പോലീസ് കസ്റ്റഡിയിൽ മഹ്സ സേനി അമീനി മരിച്ചതിനെ തുടർന്ന് ആരംഭിച്ച ആഴ്ചകൾ നീണ്ടുനിന്ന പ്രക്ഷോഭത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധങ്ങളാണിവ. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും കറൻസിയുടെ മൂല്യത്തകർച്ചയുമാണ് ഈ പ്രക്ഷോഭത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. സർക്കാർ കണക്കുകൾ പ്രകാരം ഡിസംബറിൽ പണപ്പെരുപ്പം 42% കവിഞ്ഞു. അതേസമയം ഭക്ഷ്യവസ്തുക്കളുടെ വില 70% ഉയർന്നു. ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വേരുകൾ അന്താരാഷ്ട്ര ഉപരോധങ്ങളിലാണ്. 2015 ആണവ കരാറിൽ റിയാലിന്റെ മൂല്യം ശക്തമായിരുന്നു. എന്നാൽ 2018 US കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം സാമ്പത്തിക സമ്മർദ്ദം ക്രമാനുഗതമായി വർദ്ധിച്ചു. സമീപകാല പ്രാദേശിക സംഘർഷങ്ങളും പുതിയ ഉപരോധങ്ങളും പ്രതിസന്ധി കൂടുതൽ വഷളാക്കി. എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്ന മറ്റൊരു കാര്യം ഇറാനിൽ ഇപ്പോൾ സംഭവിക്കുന്നതിന് പിന്നിൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് എന്നാണ്. അത്തരത്തിലൊരു ആരോപണം വന്നതിന് പിന്നിലെ കാരണമെന്ന് നോക്കാം. ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്ന തരത്തിൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ഒരു ട്വീറ്റ് പുറത്തുവിട്ടിരുന്നു. ഇത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രതിഷേധം തുടരാൻ ആവശ്യപ്പെടുന്ന ട്വീറ്റിൽ നേരിട്ട് നിങ്ങളോടൊപ്പമുണ്ടെന്നാണ് മൊസാദ് പറയുന്നത്. വിലക്കയറ്റം, നാണയപ്പെരുപ്പം, സാമ്പത്തിക സ്തംഭനാവസ്ഥ എന്നിവയ്ക്കെതിരെ തലസ്ഥാന നഗരമായ ടെഹ്റാനിലടക്കം വിവിധ നഗരങ്ങളിൽ സർക്കാരിനെതിരെ സമരക്കാർ തെരുവിലുണ്ട്. ഒന്നിച്ച് തെരുവിലിറങ്ങുക, അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് മൊസാദിന്റെ പേർഷ്യൻ ഭാഷയിലുള്ള എക്സ് അക്കൗണ്ടിൽ വന്ന പോസ്റ്റ്. ഇത് വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മൊസാദിന്റെ ഈ ട്വീറ്റിനോട് ഇതുവരെയും ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ഇനി പ്രതികരിച്ചാൽ തന്നെ അത് ഏത് തരത്തിലാകുമെന്ന ആശങ്കയും മറ്റു രാജ്യങ്ങൾക്കുണ്ട്. ഒരാക്രമണത്തിലൂടെ ഇറാൻ ഇസ്രയേലിനെ ചൊടിപ്പിച്ചാൽ 2025 ജൂണിൽ സംഭവിച്ച സംഘർഷത്തിനേക്കാൾ വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കാം. ഒപ്പം സഖ്യകക്ഷികളും പങ്കുചേരാം. അത് വലിയൊരു ദുരന്തത്തിലേക്ക് മാറും. ഇതുകൂടാതെ തന്നെ മറ്റൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന സംഘർഷത്തിൽ തകർത്ത ആണവ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ പുനർനിർമ്മിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു. ഇതിനോട് ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രതിനിധി പ്രതികരിച്ചിരുന്നത്. ഇറാനുമേൽ ഉപരോധവും ഭീഷണിയും കടുപ്പിച്ചാൽ സമ്പൂർണ്ണ യുദ്ധം തുടങ്ങുമെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US, യൂറോപ്പ്, ഇസ്രയേൽ എന്നിവയെ ആക്രമിക്കുമെന്ന ഭീഷണിയാണ് മസൂദ് മുഴക്കിയത്. ഇറാൻ സ്വന്തം കാലിൽ നിൽക്കാൻ ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇതിനിടെ യമനിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ സൗദി അറേബ്യ ആക്രമണം നടത്തിയിരുന്നു. ആണവായുധ നിർമ്മാണം പുനരാരംഭിക്കാനാണ് ഇറാന്റെ പ്ലാനെങ്കിൽ അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതേസമയം $ഡോളറിനും മറ്റു വിദേശ കറൻസികൾക്കുമെതിരെ ഇറാൻ റിയാൽ നേരിടുന്ന മൂല്യത്തകർച്ചയാണ് രാജ്യത്തെ പ്രതിഷേധങ്ങൾക്ക് കാരണം. ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതോടെ സാധനങ്ങൾക്ക് തീവിലയായത് റീറ്റെയിൽ വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയായി. തിങ്കളാഴ്ച ഡോളറിനെതിരെ റിയാലിന്റെ മൂല്യം
13,90,000 എന്ന പുതിയ റെക്കോർഡ് എന്ന നിലയിലേക്ക് താഴ്ന്നിരുന്നു. ലോകബാങ്ക് GDP വളർച്ച കുറയുമെന്ന് പ്രവചിച്ചതോടെ ഇറാൻ സമ്പദ്വ്യവസ്ഥ നിലവിൽ മാന്ദ്യ ഭീഷണിയിലാണ്. ഒക്ടോബറിൽ പണപ്പെരുപ്പം 40 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 48.6%-എത്തിയിരുന്നു. ഇറാൻ ഇപ്പോൾ കലുഷിതമാണ്. രാജ്യത്തിനെതിരെ സ്വന്തം ജനങ്ങൾ തന്നെ പ്രക്ഷോഭത്തിനിറങ്ങിയിരിക്കുകയാണ്. പരസ്പരം വെല്ലുവിളികളും പല രാജ്യങ്ങളും നടത്തുന്നുമുണ്ട്. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് എന്ന്.